ഇന്നത്തെ റെസിപ്പിയിൽ ആട്ടപ്പൊടിയും റവയും ചേർത്ത് ദോശ ഉണ്ടാക്കാം. അതിനായി 1 ഗ്ലാസ് ആട്ടപ്പൊടിയും 1/2 ഗ്ലാസ് റവയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാനിൽ ഈ മാവ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചുട്ടെടുക്കണം. ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുക്കുക. എന്നാലേ ഉള്ളൂ ഈ ദോശയ്ക്ക് രുചിയുണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചട്നി തയ്യാറാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 8 വറ്റൽമുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടിയിൽ പൊട്ടുകടല ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇനി വറ്റൽമുളകും ഇതുപോലെ വറുത്തെടുക്കുക. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 8 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. വെള്ളം പോരെങ്കിൽ വീണ്ടും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ചീനച്ചട്ടിയിൽ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.